ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മൈഗ്രൈൻ്റെ മെഡിസിൻ കഴിക്കാൻ നോക്കുകയായിരുന്നേ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതേ ഗുളിക ഉണ്ട് കേട്ടോ, അതാ താഴോട്ട് വെക്കുന്നത്. നമുക്ക് ഒരാളോട് വാശിയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു അസുഖത്തു നിന്നും കരകയറി പോരൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ, എന്നെക്കുറിച്ച് ഒരാൾ ഒരു കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആളെ പേര് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടെന്നാ ഉള്ളത് പറയുന്നതിന് എന്താ, വെറുപ്പാണ്, അത്രയ്ക്ക് വെറുപ്പാണ്. അപ്പം ആ ആള് ഒന്ന് രണ്ട് വീഡിയോസ് പറഞ്ഞു, ദൈവം എന്നെ കണക്കിന് തന്ന് പരീക്ഷിക്കുന്നുണ്ട്, ഞാൻ കണക്കിന് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടില്ല, ഏപ്രിലായാലേ ഒരു വർഷമാവുക. അപ്പോൾ യൂട്യൂബിൽ ആക്റ്റീവായി തുടങ്ങിയത് ജൂലൈ തൊട്ടിട്ടാണ്. കാരണം ഞാൻ വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. കൗതുകത്തിൻ്റെ പുറത്തൊന്നും പറയണ്ട, എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടപ്പം കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് ഓരോരുത്തർ പരാതി പറഞ്ഞപ്പം ഞാൻ അവരുടെ പരാതി അങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ, യൂട്യൂബ് ചാനൽ തുടങ്ങി, എന്നെ വിറ്റിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൂടെ, അപ്പം അപ്ഡേഷൻ കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത്ര കാര്യമാക്കിയില്ല. ഇവൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴേക്ക് വലിയൊരു നിലയിലെത്തേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഗുണം ഈ കമൻറ്റ് ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം അവരുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ജൂലൈ ഒക്കെ ആയപ്പോഴേക്ക് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു. അപ്പോൾ കൊള്ളാല്ല പരിപാടി, നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു വരുമാനം കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യലുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ ഒന്നരാണ്ടായിരുന്നു, ആഴ്ചക്കായിരുന്നു, ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലിടുന്ന റീലുകളായിരുന്നു പോസ്റ്റ് ചെയ്യൽ, അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ അങ്ങ് ആക്റ്റീവായി തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു. ഈവൻ ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടെ പങ്കുവെക്കൽ തുടങ്ങി. അപ്പോൾ എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ലേഡി അത് മുതലെടുത്തിട്ട് പറഞ്ഞു, ദൈവം എന്നെ കണക്കിന് തന്ന് പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആഹാ, എന്നെക്കുറിച്ചല്ലേ ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണം. കാരണം ഞാൻ 5 വർഷത്തോളമായി മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു പണ്ടാരടങ്ങുന്ന ഒരു അസുഖത്തിന് ഇരയായൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഇപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഗൈസ്, ഗുളിക കുടിച്ചോട്ടെ, അതെ 4 ഗുളിക ഉണ്ട്. മണ്ടേക്കരി ഓറഞ്ച് കഴിക്കുക ഗുളിക കുടിച്ചിട്ട്. അപ്പം സോറി ഗൈസ്, വെള്ളം തരിപ്പിൽ പോയതാ. അപ്പോൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, വല്ലാത്തൊരു അസുഖമാണ്. എന്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഈ മൈഗ്രെയിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത. അപ്പോൾ എനിക്ക് കുറച്ചായിപ്പം ഓവർലോഡ് വർക്ക് ഉള്ളതുകൊണ്ട്, ഞാൻ ഉറക്കമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് എനിക്ക് മൈഗ്രെയിൻ വന്ന് തുടങ്ങി. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതും നോക്കാം. അയ്യോ, പുളി എൻ്റെ പൊന്നു കൊടുക്കുമ്പോൾ പുളി. അപ്പം അതിന്നൊക്കെ ഞാൻ കരകയറി പോന്നു. അപ്പോൾ ഗുളിക കുടിക്കുന്ന ഓരോ മൊമെൻറ്റിലും എനിക്ക് എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളോട് വളരെയധികം ബഹുമാനം തോന്നുക. കാരണം എന്താ വെച്ചാൽ, ഇപ്പം നിലവിൽ ഞാൻ ഒരു 7 ഗുളികൻ്റെ അകത്ത് ആദ്യം കുടിച്ചിട്ടുണ്ടായി. 7 എന്നുള്ളത് ഇപ്പം 9 എണ്ണങ്ങാൻ ഡെയിലി ഞാൻ കുടിക്കുന്നുണ്ട്. ഈ 9 എന്ന് പറയുന്നത്
ഓരോരോ കാര്യങ്ങൾക്കുള്ളതാട്ടോ. വിറ്റാമിൻ ഉണ്ട്, അയൺ ഉണ്ട്, അങ്ങനെ പിടിച്ച് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു അസുഖം തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഡോക്ടറെ അടുത്ത് പോയത്. കാരണം എന്താ വെച്ചാൽ 1 മാസത്തോളമായി ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാണ്ട്. അത് ഈ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ കൊണ്ട് കിട്ടിയൊരു ഉപകാരം എന്താണെന്നറിയോ? എൻ്റെ കിഡ്നി സേഫായി, എൻ്റെ തലച്ചോറ് സേഫായി. കാര്യം എന്താ വെച്ചാൽ ഞാൻ ട്രമഡോൾ എന്ന് പറയുന്നൊരു ഇഞ്ചക്ഷൻ എങ്ങനെയായിരിക്കും, അത് ഭയങ്കര അഡിക്റ്റ് ആവുന്നൊരു മരുന്നാണ്. പോരാത്തതിനും നമ്മൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നത് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മളെ തലച്ചോറിനെ അത് ബാധിക്കും. പിന്നെ നമുക്കതില്ലാതെ പറ്റൂല. അതെനിക്ക് ഏൽക്കാതായപ്പം കെറ്റ്നോവായി. കെറ്റ്നോവ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിഡ്നീനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ 2 മെഡിസിനും എനിക്ക് എടുക്കാതെ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമോ. എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. കാരണം ഉർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ ശത്രുവിനോടാണ് ഇതിനൊക്കെ നന്ദി പറയേണ്ടത്. നമ്മളുടെ ഒരു വാക്ക് ഒരു സമയത്ത് ഒരാളെ വേദനിപ്പിക്കാനും അതേപോലെ ഒരാളെ ആശ്വസിപ്പിക്കാനും ഒരു വാക്കിനാൽ പറ്റും. വാക്ക് എന്ന് പറയുന്നത് മൂർച്ചയേറിയ സംഭവം, വാളിനെക്കാട്ടിലും മൂർച്ചയേറിയ സംഭവമാണെന്ന് കേട്ടിട്ടുണ്ടോ? ലൈഫിൽ എനിക്ക് അനുഭവമുള്ള പല വാക്കുകൾ കൊണ്ടും ഞാൻ പല രീതിയിലും വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു വാക്കിനാൽ ഒരസുഖത്തെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത്, എനിക്കിപ്പം മെഡിസിൻ കഴിക്കുമ്പോൾ ഒക്കെ ചിരിയാണ് വരുന്നത്. കാരണം 1-2 അല്ല ആഴ്ചക്കൊക്കെ എനിക്ക് എന്തായാലും പെയിൻ വരാറുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്തേ പറ്റുള്ളൂ. 15 ദിവസം കൂടുമ്പം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി എന്ന് പറഞ്ഞിട്ട് അതിൽ ഇഞ്ചക്ഷൻ അടിക്കണം. എന്നിട്ട് ഞാൻ എന്തായാലും ചെയ്യാറെന്നറിയോ, ഇവിടെ ടോളിൻ്റെ അടുത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു പോലെ. അപ്പോൾ ഡെയിലി എനിക്കൊരു 700-800 രൂപൻ്റെ അടുത്ത് ചിലവ് വരും. അപ്പം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി. അപ്പോൾ 5 രൂപ കൊണ്ട് കാര്യം കഴിയല്ലോ എന്ന് കരുതി. പക്ഷേ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ഒരുപാട് സമയം, ഒരുപാട് പൈസ, എന്തൊക്കെ ബെനിഫിറ്റാണ് എനിക്ക് അതിനാലുണ്ടായെന്നറിയാം, ഒരാളുടെ ഒരു വാക്കിനാൽ. അപ്പം ദൈവത്തിനോടും ആ വ്യക്തിനോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം. നമ്മുടെ ഒരു ഇത് കേട്ടിട്ടില്ലേ, സ്വപ്നം എന്താ പറയുക, ഉറക്കത്ത് കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമില്ല. അതേപോലെ നമുക്കൊരാളോട് വാശിയോ ദേഷ്യമോ ഉണ്ടായാൽ ഏത് കാര്യത്തിൽ നിന്നും നമ്മൾ റിക്കവറായിട്ട് പോരും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ വ്യക്തിനോട് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഞാൻ ഈ ഓറഞ്ച് ഒന്ന് തീർത്തായിട്ട് ഭയങ്കര പുളി ഗൈസ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലപ്പുറം പുളി. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ വെറുതെ വായിൻ്റെ ആ ഗുളികയുടെ ടേസ്റ്റ് പോട്ടെ എന്ന് കരുതിയിട്ട്. ഇനിയിപ്പം ഗുളികയുടെ ഉണ്ടാവും, കുറേ ഉണ്ടാവും. കാരണം മെഡിസിൻ തന്നെ, എൻ്റെ മെഡിസിൻ ഇങ്ങനെ പിടിച്ചു നിർത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മൈഗ്രെയിനുള്ള ആൾക്കാർക്കറിയാം, ഞാൻ ആയുർവേദവും അലോപ്പതിയും എന്തൊക്കെ ട്രൈ ചെയ്തു, ഒന്നിലും മാറാത്തൊരു സംഭവം. ഒരു വാക്ക് പുറത്ത് മാറുക എന്ന് പറയുന്നത് ഭയങ്കര മിറാക്കിൾ തന്നെ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിത് കഴിക്കട്ടെ. ഓക്കെ, ടാ.